an actor, an artist, a writer, a playwright, ഒരു കവി, ഒരു കഥാകാരൻ, ഒരു പാട്ടെഴുത്തുകാരൻ, ഒന്നല്ല 9 പേരാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. The one and only Anoop Menon. Welcome to my show. Hi Shan. So welcome to Star Jam. Thank you. എങ്ങനെ പറ്റുന്നു ഒരാളും ഒരുപാട് കാര്യങ്ങളും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാൾട്ട് വിറ്റ്മാൻ എന്നൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്. എന്തത്? കവിതയാണ്. I am multitudes. ഒരുപാട് പേരാണ് ഞാൻ. ഇത് വാൾട്ട് വിറ്റ്മാൻ പറയാം, ഞാൻ അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല. പിന്നെ എന്താണ് അനൂപ് മേനൻ? നിവർത്തികേടുകൾ കൊണ്ട് എഴുതി പോകുന്നതാണറിയാ. എന്ത് നിവർത്തികേട്? അനൂപ് മേനൻ എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് കേക്ക് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ്. ഒരു പാക്കേജ് ആയിട്ടാണ് പ്രൊഡ്യൂസർമാർ സമീപിക്കുന്നത് കേട്ടു. 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നടക്കും, ഒരു സിനിമയ്ക്ക് വേണ്ട പകുതിയായി എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയാണോ? ഇതൊക്കെ എന്നെ കുറിച്ചുള്ള പരദൂഷണങ്ങളും അപരാധങ്ങളുമായി മാത്രമേ ഞാൻ കാണുന്നു. ഇതില് സത്യമില്ല. എന്റെ എല്ലാ സിനിമകളും, റൈറ്റ് ഫ്രം കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ വരെയുള്ള എല്ലാ സിനിമകളും എന്റെ സുഹൃത്തുക്കളുടെ സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊരു പാക്കേജിന്റെ ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഐ എം നോട്ട് എ ലിറിസിസ്റ്റ് അറ്റ് എനി കൗണ്ട്. എന്നെ ഒരിക്കലും ഐ എം ജസ്റ്റ് എ വേർഡ് അറേഞ്ചർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. വേർഡ് അറേഞ്ചർ? അതെ, ഐ സപ്ലൈ വേർഡ്സ് ഫോർ ഗുഡ് ട്യൂൺസ്. കാരണം ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സ്വയം അവരോധിക്കുക ONV സാറിന്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ഇപ്പോൾ റഫീഖ് അഹമ്മദിന്റെയും ഒക്കെ തട്ടകത്തിലേക്കാണ്. വിച്ച് ഇസ് ഇൻ നോ കൗണ്ട് ഐ എം എനിവെയർ നിയർ ദം. അവരൊക്കെ റിയൽ പോയറ്റ്സ് ആണ്, ഞാൻ വെറും ഒരു വേർഡ് സപ്ലയർ ആണ്. So you don't count yourself as a versatile genius? No, I don't consider myself as a genius at all. I have serious doubt whether there is anything called a genius. ഒന്നുമില്ല. We are all normally people put in extraordinary circumstances. That's all. ഏറ്റവും കൂടുതൽ കേട്ട് മടുത്തിട്ടുള്ള ഒരു ചോദ്യം എന്താണ്? കല്യാണം കഴിക്കാത്ത എന്താണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കില്ല, അത് വളരെ നല്ലത്. പിന്നെ അടുത്തത്, ആദ്യ സിനിമ ഏതായിരുന്നു? അതായിരിക്കും. എനിക്കത് അറിയണ്ട. അനൂപ് മേനനാണ് ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമിലുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി ഷോ. താങ്ക് യു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ഈ ഷോ തുടങ്ങും മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഷാൻ ചോദിക്കും മിക്കവാറും ഈ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? അനൂപിന്റെ മുന്നത്തെ ഫിലിംസ് പോലെ ഹോട്ടൽ കാലിഫോർണിയ ഹാസ് ഓൾസോ എലിസിറ്റഡ് സോ മെനി കോൺട്രവേഴ്സീസ്. ആ കോൺട്രവേഴ്സീസിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. ലെറ്റ്സ് സീ. ആൻഡ് അനൂപിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. ഹോട്ടൽ കാലിഫോർണിയയുടെ റൈറ്റർ കം ഹോട്ടൽ കാലിഫോർണിയയുടെ ആക്ടർ, സൂപ്പർ സ്റ്റാർ ബൈ ഹിംസെൽഫ്. ആ മൂവിയില് എന്റെ കൂടെ ഉണ്ട് ആക്ടർ അനൂപ് മേനൻ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു. ഈ സിനിമയിൽ അനൂപ് മേനൻ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഒരു ആക്ടറായ ഒരു നടന്റെ ലൈഫിനെ കുറിച്ച് ഒരു ഡയലോഗിൽ അനൂപ് മേനൻ തന്നെ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ ആക്ച്വലി ഒരു സെൽഫ് റെഡിക്യൂളാണ്. ഏതൊരു നടനും അദ്ദേഹത്തിന്റെ പ്രൈം കഴിഞ്ഞുള്ള സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ HMI ലൈറ്റിന്റെ വെളിച്ചവും മുറികളും, ഒരു ഹോട്ടൽ മുറി, എല്ലാം ചുവരുകളും, എല്ലാം ഒരേ നിറമുള്ള ചുവരുകളും, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള കാർ യാത്രകളുടെ ഇടയ്ക്ക് ഉള്ള ഉറക്കവും ഉണർവും, ഇതൊക്കെ മാത്രമേ അയാൾക്ക് ബാക്കിയുള്ളൂവെങ്കിൽ then he's lost. അയാൾ അവസാനം ചിന്തിക്കുമ്പോൾ അങ്ങനെ ആവരുതേ എന്റെ ജീവിതം എന്ന് എനിക്ക് പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഐ ടേക്ക് ടൈം ബിഫോർ ഈവൻ ഒരു 2 പടങ്ങൾക്കിടയിൽ ഒക്കെ ഐ ടേക്ക് ടൈം, ഐ ട്രാവൽ, ഐ ഹാവ് മൈ ടൈം വിത്ത് ഫ്രണ്ട്സ്, ടൈം വിത്ത് ഫാമിലി, ക്വാളിറ്റി ടൈം. അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കുന്നത് ഞാൻ ഇത് ഫോർസ് ചെയ്യുന്നതുകൊണ്ടാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ജസ്റ്റ് കുറേ പെച്ചമ്മയും പാറും, കുറേ ട്രോളിയും, സ്റ്റുഡിയോക്കകത്ത് ഇതും, രാത്രി ലേറ്റ് നൈറ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ബ്രെഡും കട്ടൻ ചായയും എന്നൊക്കെ പറയുന്ന അതിലേക്ക് ഒരു മോണോട്ടണിയിലേക്ക് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ വാട്ട് ഓൾ വി ഹാവ് ഗാദേർഡ്, അത് തിരിച്ചു വരരുത് എന്നുള്ളതുകൊണ്ടാണ്. അക്കോർഡിംഗ് ടു അനൂപ് മേനൻ, ഡിഫൈൻ ആൻ ആക്ടർ. എനിക്ക് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഐ ആം ലിവിംഗ് ഔട്ട് ഡിഫറെന്റ് ലൈഫ്സ്. ഐ ആം ജസ്റ്റ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വൺ ലൈഫ്. ഐ ഗെറ്റ് ടു പ്ലേ ആൻ അഡ്വക്കേറ്റ്, എ ഡോക്ടർ, മേ ബി എ സ്ട്രീറ്റ് പെഡ്ലർ, എവറിത്തിങ് വെൻ ഐ എം ഇൻ സിനിമ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ ജീവിതത്തിൽ തന്നെ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ആക്ടിംഗ് മീൻസ് ടു മീ. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഡിഫൈൻ എ സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അത് ഐ ഡോണ്ട് വാണ്ട് സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമല്ലേ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട് ഓഫ് മേ ബി ഒരു 300 ഹീറോസ് ഓൺലി 2 or 3 persons become സൂപ്പർ സ്റ്റാർസ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് വെദർ യു വാണ്ട് ടു ബി. അതിനുള്ള സാക്രിഫൈസസ്, അങ്ങനെ ചോയ്സ് ഉണ്ടോ? അതായത് ഐ ക്യാൻ ബി അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ബി, അങ്ങനെ പറയാൻ പറ്റുമോ? യു ബിക്കം എ സൂപ്പർ സ്റ്റാർ ഓൾ ഓഫ് എ സഡൻ, അങ്ങനെയല്ലേ? അങ്ങനെ ഓൾ ഓഫ് എ സഡൻ അല്ലല്ലോ. അത് വളരെ ഒരു ഓവർനൈറ്റ് സ്റ്റാർഡം ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു വെള്ളിയാഴ്ച ഒരു നടന്റെ ജീവിതം മാറുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇഷ്ടം പോലെ. പക്ഷേ ടു സസ്റ്റെയിൻ ദാറ്റ് സ്റ്റാർഡം ആൻഡ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ വെയർ ഇൻ വിച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ടർ ആൻഡ് ദ സ്ക്രീൻ റൈറ്റർ അയാളുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ വരുന്ന സമയം, അതാണ് സൂപ്പർ സ്റ്റാർഡം. അയാളുടെ പടം, രജനീകാന്ത്, മമ്മൂക്കയുടെ സിനിമ അല്ലെങ്കിൽ മോഹൻലാൽ
മലയാള സിനിമയാണ്. ദാറ്റ് ഇസ് റിയൽ സൂപ്പർ സ്റ്റാർ. അത് അച്ചീവബിൾ ആണോ അനൂപ് മേനോന്? അത് ആഗ്രഹമുണ്ടോ? ഇല്ല, ഇറ്റ് നീഡ്സ് ഹാർഡ് വർക്ക്, റിയൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ആവശ്യമുള്ളതാണ്. ഐ എം നോട്ട് ദാറ്റ് ഡെഡിക്കേറ്റഡ് ഓർ കമ്മിറ്റഡ്, ഓർ ഈവൻ ഐ ഡോണ്ട് ആസ്പയർ ടു ബി ആസ് ഹാർഡ് വർക്കിംഗ് ആസ് ദീസ് പീപ്പിൾ. ഇത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. ഹായ്, ദിസ് ഇസ് അനൂപ് മേനോൻ ഓൺ സ്റ്റാർ ജാം. ഡിഫൈൻ അശ്ലീലം ഇൻ മലയാള സിനിമ. ശ്ലീലമല്ലാത്തതാണ് അശ്ലീലം, നമുക്ക് ശീലമില്ലാത്തതുമാവാം. അശ്ലീലം എന്നുള്ള അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ എന്ന് എന്റെ സിനിമകളെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രിവാൻഡ്രം ലോഡ്ജിനെ കുറിച്ച് മാത്രമാണ്. ട്രിവാൻഡ്രം ലോഡ്ജിലെ അബ്ദു എന്ന കഥാപാത്രം ഒരു ലോഡ്ജിൽ താമസിക്കുന്ന വളരെ ലോ മിഡിൽ ക്ലാസ് ഒന്നും പറയാൻ പറ്റാത്ത അവൻ ഏകാഗിയാണ്, ഒരു ഫാമിലി ഇല്ല. അയാൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമാണ്. ഈ ശ്ലീലവും അശ്ലീലവും എവിടെയാണ് വരുന്നത് ഷാൻ? അതാണ് ഇപ്പൊ ഞാൻ പറയാം. എന്തെങ്കിലും ഒരു വാക്ക്, നമ്മൾ മലയാള ആൽഫബറ്റിലുള്ള 2 വാക്കുകൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഒരു ശ്ലീലവാക്കും അശ്ലീലവാക്കും, അല്ലെ? ഇത് എന്നാണ് അശ്ലീലമായി ഒരു വാക്ക് പറയപ്പെടുന്നത്? ഇംഗ്ലീഷിലെ 4 letter വേർഡ്, പ്രഖ്യാതമായ 4 letter വേർഡ് ഒരു 1920 ദാറ്റ് വാസ് എ ടാബു ആയിരുന്നു. അന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല അവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നു. എവിടെ? വെസ്റ്റേൺ കൾച്ചറിൽ. DS ലോറൻസ് സൺസ് ആൻഡ് ലവേഴ്സോ ലേഡി ഷാറ്റ്ലിസ് ലവറോ എഴുതിയപ്പോ, എമിലി സോള മില 18ഉം എക്സഡസും എഴുതിയപ്പോ, തോമസ് ആഡി എഴുതിയിരുന്ന ടൈമിൽ നിന്നും അടുത്ത ജനറേഷൻ വന്നപ്പോൾ ഈ പഴയ ജനറേഷൻ മുഴുവൻ പറഞ്ഞത് ദാറ്റ് വാസ് അൺടച്ചബിൾ ലിറ്ററേച്ചർ എന്നാണ്. OV വിജയൻ ധർമ്മപുരാണ് എഴുതി. ദാറ്റ് വാസ് അന്ന് ഇറ്റ് വാസ് അൺപാർലമെന്ററി ലാംഗ്വേജ്, ബട്ട് സിൻസ് ഇറ്റ് വാസ് വിജയൻ ദേ പാസ്ഡ് ഇറ്റ്. ആൻഡ് VKN ആയാലും എല്ലാവരും ദേ ഹാവ് ബോർഡേഡ് ഓൺ ദിസ്. അപ്പോൾ 1904 letter വേർഡ് ഒരു ഭീകര ടാബുവും അത് വരുന്ന പുസ്തകങ്ങൾ കത്തിച്ചു കളയുമായിരുന്നെങ്കിൽ ഇന്ന് ദാറ്റ് ഇസ് ദ റൂൾ ഓഫ് ദ ഡേ. at the drop of a hat there's this 4 letter word. So ഇത് കാലത്തിന്റെ മാത്രം വിഷയമാണ്. ആ കാലം മാറുന്തോറും നമ്മുടെ ശ്ലീലാശ്ലീലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അശ്ലീലമൊന്നും ആവില്ല. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ യു ആർ ഡീലിംഗ് വിത്ത്. തൃശ്ശൂർ മേലേക്ക് പിൻഭാഗത്തിന് കുട്ടി എന്നാണ് പറയാ. അത് നോർമലി എല്ലാ വീട്ടിലും പറയുന്ന ഒരു വാക്കാണ്. അബ്ദു എന്ന ക്യാരക്ടർ തന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് ആ ഭാഷയല്ലാതെ പൃഥു നിതംബം എന്ന് പറയില്ല. എനിക്കത് പറ്റില്ല. അതെങ്ങനെ പറയും? വാട്ട്സ് ആൻ ആൻസർ ഫോർ ദം? അതായത് പലരും പറയുന്നുണ്ടല്ലോ ദർ ഇസ് നോ ആൻസർ ഫോർ ദം. ഇതൊക്കെ അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ, അവരുടെ വേവ് ലെങ്ത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്യൂർലി അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. എനിക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫൈൻ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദാറ്റ്സ് എ ട്രൂത്ത് വിച്ച് ഐ ഷുഡ്, ഞാൻ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ അംഗീകരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ലെറ്റ് ദം സീ ഇറ്റ്. അനൂപും പറയുന്നത് F-ൽ തുടങ്ങുന്ന ഒരു 4 letter വേർഡാണ്, ബട്ട് ദാറ്റ് ഇസ് ഫൈൻ. അതെ, ദാറ്റ്സ് വാട്ട്. ഇത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. AK-47 എന്നുള്ള റൗണ്ടിലേക്ക് ഞാൻ പോവാണ്. ആൻഡ് റൈറ്റ് നൗ എന്റെ കൂടെ ആക്ടർ അനൂപ് മേനോൻ. ആർ യു റെഡി സർ? റെഡി സർ. ഒരു വക്കീലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനൂപ് മേനോൻ എവിടെയാകുമായിരുന്നു? എവിടെയും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വഞ്ചൂർ കോടതിയുടെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കൂടാര പെട്ടിയിട്ട് ഞാൻ അതിനുള്ളിൽ ഒടുങ്ങിയാണ്. എവിടെ പോയാലും എക്സൽ ചെയ്യുന്ന ഒരു പവർ ഇല്ലേ അനൂപ് മേനോൻ? ഞാൻ അതിൽ പാഷനേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് എന്നോട് പലരും ഈ പറഞ്ഞ ഒരു സോ കോൾഡ് റാങ്കിന്റെ ഒക്കെ മൂഡ് കോട്ടിന്റെ ഒക്കെ ഇതിൽ പലരും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് യു വിൽ ബിക്കം എ ഗുഡ് അഡ്വക്കേറ്റ്. ബട്ട് എന്റെ മനസ്സ് അവിടെ ആയിരുന്നില്ല. മനസ്സില്ലാത്തടത്ത് ഒരിക്കലും വി വോണ്ട് എക്സൽ. സിവിൽ സർവീസ് എക്സാം എഴുതിയിരുന്നെങ്കിൽ അനൂപ് മേനോൻ പാസ്സാവുമായിരുന്നു? ഇല്ല, ഞാൻ ഐ എം വെരി പുവർ അറ്റ് ജനറൽ നോളജ്. ഇറ്റ്സ് ഭയങ്കര, എനിക്ക് മറ്റേ സാംബിയയുടെ പ്രസിഡന്റ് ആരാണ് അല്ലെങ്കിൽ ഉറുഗ്വേയുടെ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ എം വെരി പുവർ അറ്റ് ഇറ്റ്. അനൂപ് മേനോൻ വെറും ഒരു കാമുകൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയാവുമായിരുന്നു? ഞാൻ വെറും ഒരു കാമുകനാണല്ലോ സ്ഥിരമായിട്ട്. ആണോ? പ്രായത്തിന്റെ കാര്യത്തിൽ അനൂപ് മേനോൻ എത്ര വട്ടം പ്രായപൂർത്തിയായി? പ്രായപൂർത്തിയാവുന്ന വയസ്സ് എനിക്കറിയില്ല. എനിക്ക് ഇപ്പൊ 36 ആണ്. ചൂസ് വൺ. ഇതിൽ ആരാണ് സത്യത്തിൽ ഏറ്റവും ഹിറ്റ് പേർ എന്ന് പറയണം? ജയസൂര്യ, അനൂപ് മേനോൻ, ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ? ടു ബി ഡിപ്ലോമാറ്റിക് ആൻഡ് പൊളിറ്റിക്കലി കറക്റ്റ്, ലെറ്റ്സ് പിൻ ഡൗൺ ഓൺ ബിജു മേനോൻ ആൻഡ് കുഞ്ചാക്കോ ബോബൻ. I like that. എന്താണ് നിങ്ങൾ 2 പേരിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ? ഇല്ല, ബിജുവേട്ടന്റെയും ചാക്കോച്ചന്റെയും പെയറിംഗ് എന്ന് പറഞ്ഞാൽ അത് 2 ആക്ടേഴ്സ് തമ്മിലുള്ള പെയറിംഗ് ആണ്. ജയന്റെ എന്തെന്ന് വെച്ചാൽ അതല്ല. ജയന്റെ റൈറ്റർ ആക്ടർ കോമ്പിനേഷൻ ആണ്. പെയറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്യൂർ ആക്ടർ തിങ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. ലോഡ്ജ്, ഹോട്ടൽ എനി ഡേ. ലോഡ്ജിന്റെ ടൈം കഴിഞ്ഞു. അതുകൊണ്ട് അനൂപ് എന്ന കവി, അനൂപ് എന്ന കഥാകാരൻ. ചൂസ് വൺ. എനി ഡേ കഥാകാരൻ. കവിയോ? അങ്ങനെ ഒരു ഞാനോ? എഴുതാൻ സുഖം എന്താണ്?
സിനിമ കഥ, സിനിമയിലെ പാട്ട്. എഴുതുന്ന ഒന്നും സുഖമല്ല, വളരെ ശ്രമകരമായ കാര്യമാണ് ഇത് രണ്ടും. കാണാൻ സുഖം എന്ത്? മഴ, പെണ്ണ്. ഡിപ്പെൻസ് അപ്പോൺ എങ്ങനത്തെ മഴ, എങ്ങനത്തെ പെണ്ണ്. അനൂപ് എന്ന കാമുകൻ എങ്ങനെയായിരിക്കും? എ കോമഡി ആയിരിക്കും, ബി ട്രാജഡി ആയിരിക്കും? ഞാനല്ലല്ലോ അതിന്റെ ഉത്തരം പറയേണ്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം കഥകൾ ആലോചിക്കുമ്പോൾ കോമഡി ആയിരുന്നു എന്നാ തോന്നുന്നത്, ട്രാജഡി ആയിരുന്നു എന്നാ തോന്നുന്നത്? I was very happy and I was very positive in it. There is nothing tragic. The only tragic thing that happened in my life was the death of my grandmother and the death of Sukumari Amma, which I can't get over it. രണ്ടും. ക്ലബ് FM എന്റെ കൂടെ ഉണ്ട് അനൂപ് മേനൻ. ഹാവ് ടൺ കണക്കിന് ഫൺ.